everybody and welcome back to my YouTube channel. So ഇന്ന് ഇവിടെ ഫ്രൈഡേ ആണ്. നമ്മൾ വെറുതെ നോയനെയും കൊണ്ട് പുറത്തു പോകാമെന്ന് വിചാരിച്ചു. സോ ഇപ്പോഴത്തെ പ്ലാൻ അനുസരിച്ച് നമ്മൾ ഒരു പാർക്കിൽ പോവാം. നോയനെയൊക്കെ ഒരു പാർക്കിൽ പോയിട്ട് അവിടുത്തെ സ്വിങ്ങിലും സ്ലൈഡ്സിലൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ഒരു ചൈനീസ് കടയുണ്ട് വാട്ടർലൂല്, ടി ആൻഡ് ടി എന്ന് പറഞ്ഞേ. അപ്പം അവിടെ ഭയങ്കര ക്യൂട്ട് കുറേ ഡെസേർട്ടും അങ്ങനെ കുറേ സാധനങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടു. സോ നമുക്ക് അവിടെ ഒന്ന് പോയി വെറുതെ നമുക്കൊന്ന് ചുറ്റിയരച്ച് കണ്ടിട്ട് വരാം. സോ ഇവിടെ കാനഡയില് ഇപ്പം സീസൺ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രിംഗ് ആണെന്നാണ് പറയണത്. പക്ഷെ കഴിഞ്ഞ 2 ദിവസം അല്ലെങ്കിൽ ഒരു 3-4 ദിവസമായിട്ട് ഇവിടെ ഭയങ്കര മഴയാ. ടെമ്പറേച്ചർ ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു 11 ഡിഗ്രി ഫീൽസ് ലൈക്ക് ഒക്കെ. ഞാൻ കഴിഞ്ഞ ഒരു ആഴ്ച എന്ന് നോക്കിയപ്പം 1 ഡിഗ്രി ഒക്കെയാണ് ഫീൽസ് ലൈക്ക് വന്നത്. ബട്ട് നമ്മൾ നോക്കിയിരുന്ന ഇന്ന് വീക്കെൻഡ് ആയപ്പം ഒരു സണ്ണി ഡേ കണ്ടു. ഇന്ന് ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് ലൈക്ക് 22 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടെ ഒരാള് ഭയങ്കര എന്തോ നോക്കിയിരിക്കുക. ഇവിടെ കാനഡയില് ഐ തിങ്ക് ഓൾമോസ്റ്റ് എവറി ഫോറിൻ കൺട്രിയിലും ഇങ്ങനെ കാർ സീറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ ഇന്ത്യയിലും നമ്മുടെ കേരളത്തിലൊക്കെ ആയി വരുന്നുണ്ട്. കാർ സീറ്റിൽ 1 ഇയർ വരെ റയർ ഫീസിങ് ആണ്. കാർ സീറ്റ് 1 ഇയർ വരെ, ബേബിക്ക് 1 ഇയർ ആവുന്ന വരെ റെയർ ഫീസ് ആയിട്ടാണ് ഇരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറകോട്ട് തിരിച്ചിരുത്തണം. അപ്പം അവരുടെ സേഫ്റ്റി കൺസേൺസ് വെച്ചിട്ടാണ് അത് അങ്ങോട്ട് തിരിച്ചിരുത്തേക്കുന്നത്. ആൻഡ് അവനെ നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പം കാണാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മളൊരു മിറർ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇപ്പം നമുക്ക് ആ മിററിൽ കൂടെ അവ എന്താ എടുക്കണമെന്ന് അറിയാൻ പറ്റും. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന്. ആൻഡ് നമ്മൾ ഹൈവേയിലേക്ക് കയറുവാണ്. ദിസ് ഈസ് ഹൈവേ 8. ദിസ് ഗോസ് ടു വാട്ടർലൂ. വാട്ടർലൂലാണ് നമ്മൾ പറഞ്ഞ ടി ആൻഡ് ടി എന്ന് പറഞ്ഞ ചൈനീസ് ഒരു ഗ്രോസറി സ്റ്റോർ. അവിടെ എത്തും. നല്ല രസം. ഇവിടുത്തെ ഹൈവേസിന് എക്സിറ്റ് ആണ്. ഇങ്ങനെ എല്ലാ ഹൈവേസിന് എക്സിറ്റ് ഇങ്ങനെ ഒരു രസം. ഇങ്ങനെ കറങ്ങി വേറെ റോഡിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. അങ്ങനെ നമ്മൾ പോയ റോഡാണ് ആ മോളിൽ കൂടെ പോകുന്നത് അല്ലേ? ആ റോഡിൽ നമ്മൾ ഇങ്ങനെ അതിന് ഈ റോഡിൽ നമ്മൾ എത്തുന്നതാണ് ആ എക്സിറ്റ്. സോ ഇതാണ് വാട്ടർലൂ പാർക്കിലേക്കുള്ള എൻട്രൻസ്. സോ നമ്മൾ വാട്ടർലൂ പാർക്കിലെത്തി. നോവ ഭയങ്കര എക്സ്പ്ലോറിങ്. ഇവിടെ സമ്മറായി എന്ന് അറിയിക്കാനായിട്ട് വരുന്നൊരു മെയിൻ കഥാപാത്രമാണ് കനേഡിയൻ ഗൂസ്. പാർക്ക് മൊത്തം കാണാം. ഇവിടെ ആക്ച്വലി നമ്മൾ നോയ്ക്ക് പറ്റിയ റൈഡ്സ് ഒന്നും നമ്മൾ കണ്ടില്ല. ആക്ച്വലി നമ്മൾ ഈ പാർക്കിലേക്ക് വന്നത് ഇവിടെ പണ്ട് ഞങ്ങൾ വന്നപ്പം ആൽപ്പക്ക, ഹോഴ്സസ്, പോണി, പിന്നെ കുറേ ചിക്കൻ, പിന്നെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പം അതൊക്കെ നോയനെ കാണിക്കാമെന്ന് ഓർത്തായിരുന്നു. ഞാൻ ആ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് നോയനെയും കൊണ്ട് ഇവിടെ വരാമെന്ന് വെച്ചപ്പം അവരെല്ലാവരെയും ഇവിടെ നിന്ന് മാറ്റി എന്നാണ് പറയുന്നത്. Our Abby farm-stayed friends have simply moved to their forever homes. സോ ഈ പാർക്കിൻ്റെ ഒരു സൈഡിലാണ്
ആനിമൽസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ എന്തോ ക്രിക്കറ്റ് ടൂർണമെൻറ്റ്സ് ഒക്കെ നടക്കുകയാണ്. ആൻഡ് ഈ പാർക്കിൻ്റെ വേറൊരു സൈഡിൽ അതൊരു റിവർ സൈഡാണ്. അത് ഭയങ്കര ഭംഗിയാണ്. രാത്രിയൊക്കെ ആകുമ്പോൾ ലൈറ്റ്സൊക്കെ വെച്ചിട്ട് ഭയങ്കര ഭംഗിയാണ്. സോ ഈ വഴിയുടെ ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്നൊരു സൈഡും റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ല ബ്രിഡ്ജും കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ആ ബ്രിഡ്ജ്. ആക്ച്വലി കൈൻഡ് ഓഫ് ഒരു റസ്റ്റി ഒരു കളറുള്ളൊരു ബ്രിഡ്ജാണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അതാണ് നമ്മുടെ റിവർ. സോ ഇവിടെ ട്രാം പോകുന്നുണ്ട് ഈ പാർക്കിൻ്റെ സൈഡിൽ കൂടെ. സോ ആ ട്രാം വരുമ്പോഴത്തേക്കും അതുപോലെ ഭയങ്കര ഒച്ചയൊക്കെ ഉണ്ടാക്കി ഗേറ്റ് അടയ്ക്കും. സോ ഹിയർ ഗോസ് ദി ട്രാം. ഇതാണ് നേരത്തെ കാണിച്ച ആ വഴിയിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ കാണുന്ന റിവർ സൈഡ്. ദിസ് ഈസ് അനദർ പാർട്ട് ഓഫ് വാട്ടർലൂ പാർക്ക്. ഇത് ആക്ച്വലി ഇതിനകത്തുനിന്ന് വെള്ളം സ്പ്രേ ചെയ്യുന്നൊരു സംഭവമാണ്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു സമയം വെച്ചിട്ടാന്ന് തോന്നുന്നു. ഇപ്പോൾ അത് ഓണല്ല, നമ്മൾ വന്നപ്പോൾ അത് ഓണായിരുന്നു. വൈകുന്നേരമാകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ലൈറ്റൊക്കെ ഓണാകുന്നു. Ding, 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 ding. Hi, baby. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാനഡയിലെ വെതർ ഈസ് സോ അൺപ്രഡിക്റ്റബിൾ. ബിക്കോസ് നേരത്തെ നമ്മൾ ഇറങ്ങിയപ്പം എൻ്റെ വീഡിയോ തുടങ്ങിയപ്പോൾ കാണാം എൻ്റെ മുഖത്തൊക്കെ ഭയങ്കരമായിട്ട് വെയിലടിച്ച് അങ്ങനെ ഭയങ്കര ഒരു വൈബായിരുന്നു. ബട്ട് നൗ എത്ര വെതർ temperature is 16 and it feels like 12. So നോവേനെ ഞാൻ മിക്കവാറും ഇടിക്കുന്ന ഫുൾ സ്ലീവ്സ് ആണ് ഇടിക്കാറുള്ളത്. നമ്മളിങ്ങനെ സണ്ണി വെതറൊക്കെ നോക്കിയിട്ട് നമ്മൾ ഹാഫ് സ്ലീവ്സോ അല്ലെങ്കിൽ സ്ലീവ്ലെസ് ഒക്കെ ഇട്ടിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പായിരിക്കും. ഇപ്പം ആകെ പണി കിട്ടിയിരിക്കുന്നത് സണ്ണി വെതറൊക്കെ കണ്ടിട്ട് ഷോർട്ട് സ്ലീവ് ഒക്കെ ഇട്ട് ഇറങ്ങി. ബട്ട് ഇപ്പോൾ ഭയങ്കര തണുപ്പാണ്. പക്ഷെ നമ്മളുടെ കാറിൽ എപ്പോഴും നമുക്കൊരു സ്വെറ്റർ നമ്മൾ കരുതിയിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ ഓൾറെഡി അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. തിരിച്ചു പോകാൻ മടിയായതുകൊണ്ട് തണുത്ത് ഞങ്ങളിങ്ങനെ നടക്കുവാണ്. ആക്ച്വലി അതിനകത്ത് നിന്ന് പുക വരുന്ന പോലെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് വെള്ളം സ്പ്രേകളെ ആണ്. പിള്ളേർക്ക് കളിക്കാനായിട്ട് ആ വെള്ളവും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരം അത് ഓണാക്കിയപ്പോഴത്തേക്ക് അവിടെ ഫുള്ളൊരു ഫോഗി പോലെ. ഇവിടെ ഒരു കുഞ്ഞി പാർക്കൊക്കെ ഉണ്ട്, കുഞ്ഞ് റൈഡുണ്ട്. അതിന് കുറച്ചും കൂടെ വലുതായുമ്പോൾ നമുക്കിങ്ങനെ കൊണ്ടുവരാം. ഇവിടെ ഈ പാർക്കിലുള്ളൊരു ഗാർഡനാണ്. പക്ഷേ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ വിടരുന്നേ ഉള്ളൂ. സ്പ്രിംഗ് ആയിട്ടും ഒന്നും വിടുന്നില്ല. സോ നമ്മൾ സമയം വൈകാതെ നമ്മളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ T&T. ആക്ച്വലി ഞാൻ എന്താണ് B&T ഇടയ്ക്കൊക്കെ പറയുന്നത്. B&T എന്ന് പറഞ്ഞ വേറൊരു ചൈനീസ് കടയുണ്ട്. അത് ഇതുപോലെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ആണ്. പക്ഷെ അത് ഇതിന്റെ അത്രയും വൈബില്ലെന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചാ മറ്റേതൊരു സാധാരണ ഒരു ചൈനീസ് സാധാരണ ഒരു സൂപ്പർ മാർക്കറ്റ്. പക്ഷെ ഇവിടെ ഇത് ഭയങ്കര ഭംഗിയാണ് കാണാൻ എന്നൊക്കെ പറഞ്ഞു കേട്ടു. ഭയങ്കര വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ
അത് കയറുമ്പോൾ തന്നെ ഒരു മീനിൻ്റെ ഒക്കെ മണമാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ ഫ്രഷ് ഫിഷ് കിട്ടും, നമുക്ക് ക്രാബ് കിട്ടും, ലോബ്സ്റ്റർ കിട്ടും, പിന്നെന്താ ഷ്രിംപ്, പ്രോൺസ്, അങ്ങനെ എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. അതൊക്കെ ഫ്രഷ് ആയിട്ട് കിട്ടും. നമ്മളല്ലാതെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ വാൾമാർട്ടിലോ അല്ലെങ്കിൽ ഫുഡ് ബേസിക്സിലോ ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഫ്രോസൺ ഐറ്റംസ് ആയിരിക്കും. ഇവിടെ നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടും. അപ്പം ടി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ അത് 10 മണിക്ക് അടിക്കും. ഇപ്പൊ സമയം ഏകദേശം 7:52 ആയി. നമുക്ക് നോക്കാം അവിടെ എന്താണ് എങ്ങനെ ഉണ്ടെന്നൊക്കെ. ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോവും. സോ എനിക്ക് കണ്ടിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് കണ്ടോ, ഇലയുടെ പോലെ ഇരിക്കുന്നൊരു സാധനം. ഇതാണ് ഇവിടുത്തെ ഒരു കോസ്മെറ്റിക് സെക്ഷൻ. ഇവിടുത്തെ മെജോറിറ്റി പ്രോഡക്റ്റ്സ് എല്ലാം ചൈനീസ്, ജാപ്പനീസ് ആൻഡ് കൊറിയൻ ബേസ്ഡ് പ്രോഡക്റ്റ്സ് ആണ്. കുറേ വെറൈറ്റി ഫ്ലേവേഴ്സ് ഉള്ള ഐസ്ക്രീംസ് ഉണ്ട്. ഇവിടുത്തെ മിക്ക ഐലൻഡ് എൻഡിലും ഇതുപോലെ ക്യൂട്ട് സ്റ്റേഷനറി പ്രോഡക്ട്സ് കാണാം. ഒരു ചൈനീസ് കടയാകുമ്പം ഇവിടെ കിട്ടുന്ന നൂഡിൽസിൻ്റെ വെറൈറ്റീസിനെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. ഇവിടെ വി ക്യാൻ ഫൈൻഡ് എ ലോട്ട് ഓഫ് വെറൈറ്റീസ് ഓഫ് നൂഡിൽസ്. പിന്നെ ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ വണ്ടർ അടിച്ചു പോയത് ഇവിടുത്തെ കിക്കാറ്റ് ഫ്ലേവേഴ്സ് കണ്ടിട്ടാണ്. സ്ട്രോബെറി, മാച്ച, ഓറഞ്ച്. ജാപ്പനീസിൽ എഴുതിയതുകൊണ്ട് ഏതാ ഫ്ലേവർ എന്ന് പോലും വായിക്കാൻ പറ്റാത്ത കുറേ അധികം ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ഇങ്ക് പെൻ ആണെന്ന് തോന്നുന്നു, വിത്ത് ഇങ്ക്. ഇങ്ങനെ ഇങ്ക് ഇതുപോലെ കൊള്ളാം. പിന്നെ ഇവിടുത്തെ ഡെസേർട്ട് സെക്ഷൻ, ഒരുപാട് വെറൈറ്റിയുള്ള ക്യൂട്ട് കുറേ ഡെസേർട്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞപ്പം ഉണ്ടായിരുന്ന ഒരു ക്യൂട്ട് ഡെസേർട്ട്സില്ലേ, അത് ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ ക്യൂട്ട് ഡെസേർട്ട്സ്. പിന്നെ ഇവിടുത്തെ കേക്കിൻ്റെ വെറൈറ്റീസ് ഉണ്ടോ, ഒരുപാട് ടൈപ്പ് ഓഫ് കേക്ക്സ്. ഇവിടെ തന്നെ കസ്റ്റമൈസ് ചെയ്യിക്കുന്ന കേക്ക്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ ലൈവ് കിച്ചൺ ഉണ്ടായിരുന്നു. നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അത് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ അവർ രാവിലെ ഡേയിൽ ഉണ്ടാക്കി വെച്ചിരുന്ന എല്ലാ ഐറ്റംസും അവിടെ പ്രൈസ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഫ്രഷ് സീ ഫുഡ് കിട്ടും. കുക്ക് ചെയ്തതല്ല, അല്ലാതെ ജീവനുള്ള ഫിഷ്, ക്ലാമ്പ്, ക്രാബ്, അങ്ങനെ കുറേ സാധനങ്ങൾ. നമ്മള് ബിയാൻറ്റിയിൽ പോയിട്ട് നമ്മള് കുറച്ച് സാധനം മേടിച്ചുള്ളൂ. അവിടെ എല്ലാ സാധനങ്ങൾക്കും ഭയങ്കര റേറ്റ് ആണ്. ഇമ്പോർട്ടഡ് സാധനങ്ങൾ ആയതുകൊണ്ടായിരിക്കാം റേറ്റ് കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. എനിവേസ്, എന്തൊക്കെയാണ് മേടിച്ചെന്നുള്ളത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചുതരാം. കാരണം ഇവിടെ റേറ്റ് ഇല്ല. നമുക്ക് പിന്നെ ബേബി കുറച്ച് സീനായിരുന്നു, അത് കാരണം നമ്മള് വേഗം പോകും. ഓക്കെ, നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. സോ നമ്മൾ വീട്ടിൽ വന്നു, നോ ഇറങ്ങി. സോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷോ യു ഗൈസ് വാട്ട് ഐ ബോട്ട് ഫ്രം ടി ആൻഡ് ടി എവറി ടൈം.
സോ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത്. ദിസ് ഇസ് എ ഫ്രോസൺ മാംഗോ സ്റ്റിക്കി റൈസ് ആൻഡ് ഇതൊരു സ്മോൾ ചീസ് കേക്കാണ്. ആൻഡ് ഇത് ആക്ച്വലി ഇതൊരു കൊറിയൻ ഡ്രാമ ഇൻസ്പയർഡ് ഒരു സാധനമാണ്. നമ്മൾ കൊറിയൻ ഡ്രാമയിൽ കുറേ പേര് ഇത് കഴിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഐ തോട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് എന്താണെന്നും അറിയില്ല. ആൻഡ് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് മൂന്നും ഞാൻ കഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂവും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയാം കേട്ടോ. ആൻഡ് വിത്ത് ദാറ്റ് ഐ എം എൻഡിങ് ദിസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ എത്തുന്നവരെ ബൈ. See you all guys.